ഒന്ന് എഴുന്നേറ്റേ സഹോദരി. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഒരത്ഭുതത്തിൻ്റെ കരം ഇറങ്ങാൻ പോവാ. ആത്മപൂർണ്ണ ഭ്രാന്തന ഒരു മുട്ടിയെ പോലെ നീ ചാടിയിറങ്ങ. ആത്മാവ് നിന്നെ അധികാരപ്പെടുത്തുന്നത് ഞാൻ കാണുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു, വിധിയെഴുത്തുകളെ മാറ്റി എഴുതി നിന്നെ ഉറപ്പിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നത് എൻ്റെ കരമാണെങ്കിൽ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, ആ ഒരു വലിയ അധികാരത്തിൻ്റെ അഭിഷേകം വീഴുന്നു. അല്ല, ഇരുളിൻ്റെ അധികാരങ്ങളെ ജയിക്കേണ്ടതിന് ഒരു പുതിയ ആത്മതലം നിന്നെ മേൽ തുറന്നു തന്ന് ഞാൻ നിന്നെ മാനിക്കാൻ പോകുകയാണ്. ആത്മാവ് ഇടപെടുന്നു. ഈ ദിവസങ്ങളിൽ നീ മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കണ്ട. ഇതാ ഞാൻ അതൊന്ന് ചെയ്യാൻ പോവുക. അത് വലിയൊരു ദൈവപ്രവൃത്തി നിന്റെ മേലുണ്ട്. ശക്തിയായ ഒരു പ്രാർത്ഥനാ മണ്ഡലം നിന്റെ മുമ്പിൽ തുറന്നു വരുന്നത്. നീ അധികാരമുള്ള ഒരു അഭിഷക്തയായി ആത്മാവിൽ ശോഭിക്കുന്നത് ഞാൻ കാണുന്നു. എന്നാൽ നിന്റെ കുടുംബത്തിനകത്ത് ചില വിടുതലുകൾ, എന്റെ ഭർത്താവിന്റെ കുടുംബത്തിനകത്ത് ചില കെടുതികളെ, എന്റെ അന്ധകാര മേഖലകളെ ആ പൊളിഞ്ഞു മാറുന്നത് ഞാൻ കാണുന്നു. ഇതൊരു വലിയ ചലനത്തിന്റെ സമയമാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു? ഈ അത്ഭുതം ചെയ്യാൻ പോവാ. ദൈവത്തോട് ദൈവം പിന്നെയും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കകത്ത് ദൈവം രണ്ടാമത് മറുപടി കൊടുക്കുന്നത് 2-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. ഞാൻ ദർശനത്തിന് അവതരിപ്പിച്ചിരിക്കുന്നു, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് സമയം തെറ്റുകയില്ല, അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. ആത്മാവ് പറയുന്നു, നിന്റെ അത്ഭുതം വന്നുകൊണ്ടിരിക്കുക. വരുന്നുണ്ട്, വരുന്നുണ്ട്, നിന്റെ അത്ഭുതം വരുന്നുണ്ട്, 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 എൻ്റെ അത്ഭുതം വരുന്നുണ്ട്. യോസേഫ് മാനിക്കപ്പെട്ടതുപോലെ എൻ്റെ ഉയർച്ച വരുന്നുണ്ട്. ദാനിയേൽ വിടുവിക്കപ്പെട്ടതുപോലെ എൻ്റെ വിടുതൽ വരുന്നുണ്ട്. വരുന്നുണ്ട്, വരുന്നുണ്ട്, എൻ്റെ അത്ഭുതം വരുന്നുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ അത്ഭുതം വന്നുകൊണ്ടിരിക്കുക. ഓൺ ദ വേയിലാ. ഒരു ശക്തിക്ക് പിടിച്ചടക്കാൻ കഴിയാത്തതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ.